ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെസ്റ്ററി. ഞാൻ വന്നിരിക്കുന്നത് വളരെ ഏകദേശം ഒരു വർഷത്തോളം വളരെ ഫ്രഷായിട്ട് തന്നെ നമുക്ക് മാങ്ങ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ സമ്മർ കാലം, മാങ്ങയുടെ കാലമാണ്. ഒരുപാട് മാങ്ങ കിട്ടും. നമ്മൾ വെറുതെ കളയാതെ അത് ഇതുപോലെ എടുത്ത് വെച്ചാൽ നമുക്ക് ഒരു മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇതെടുത്ത് ഉപയോഗിക്കാൻ തന്നെ മാങ്ങയിട്ട് മീൻകറിയോ ചമ്മന്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം ഒരു വർഷത്തോളം ഇതിങ്ങനെ ഈ രീതി ഇട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് പോകാം. ഇപ്പം ഞാനിത് രണ്ടും പൂളി എടുത്തിട്ടുണ്ട്. ഇനി അത് ഞാൻ നീളത്തിൽ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് എങ്ങനെയാണോ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയത്, നമ്മൾക്ക് പിന്നീട് ഏത് രീതിയിലാണോ, നമുക്ക് സ്ക്വയറായിട്ടാണോ നീളത്തിലാണോ വേണ്ടിയത്, നമ്മൾക്ക് ഓരോ കറിക്കകത്ത് ഇടുന്നതനുസരിച്ചുള്ള രീതിയിൽ നമുക്ക് മുറിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നീളത്തിൽ മുറിച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനായിട്ട് ഞാൻ 2 മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ തൊലി നല്ല കട്ടിയുള്ള തൊലിയാണ്, കയ്പുള്ള തൊലിയാണെങ്കിലും അത് ചെത്തിക്കളയണം. ഇത് ഞാനിപ്പോൾ ചെത്തിക്കളയുന്നില്ല, ഇതിലധികം കയ്പൊന്നും ഇല്ലാത്തതായതുകൊണ്ട് അങ്ങനെ ചെത്തിക്കളയുന്നില്ല. അങ്ങനെയുള്ളതാണെങ്കിൽ അത് ചെത്തിക്കളഞ്ഞിട്ട് വേണം നമുക്ക് മുറിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇത് തൊലി ചെത്തിക്കളയാത്തതുകൊണ്ട് ഇത് പീസായിട്ട് ഇത് മുറിച്ചെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് നീളത്തിൽ മുറിച്ചെടുക്കണം. ഞാനിവിടെ നീളത്തിലാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇത് നമുക്ക് എങ്ങനെയാണോ സൂക്ഷിക്കാൻ എളുപ്പം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണോ ഇനി പിന്നീട് എടുക്കാൻ വേണ്ടിയത് ആ രീതിയിൽ തന്നെ നീളത്തിലോ അതോ സ്ക്വയറായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മുറിച്ച് വെക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഇങ്ങനെ വെക്കാനായിട്ട് എടുക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം. ചതഞ്ഞതൊന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ തന്നെ എടുക്കണം, ശ്രദ്ധിക്കണം. ഒരു ബൗളിലേക്ക് സാധാ വെള്ളം എടുക്കുന്നുണ്ട്. അതിലേക്ക് 1.5 ടീസ്പൂൺ പഞ്ചസാര ഇടുന്നുണ്ട്. നമുക്ക് മാങ്ങയുടെ അളവനുസരിച്ച് പഞ്ചസാര അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യണം. ഞാനിപ്പോൾ കുറച്ചേ ഉള്ളതുകൊണ്ട് ഞാൻ 1.5 ടീസ്പൂൺ പഞ്ചസാര എടുത്തിട്ടുള്ളൂ. അതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വെള്ളത്തിൽ ഒന്ന് ലയിച്ച് ചേരാനായിട്ട്. പിന്നീട് ആ വെള്ളത്തിലേക്ക് ഞാൻ 1.5 ടീസ്പൂണോളം വിനീഗർ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് 10 മിനിറ്റ് കഴിയുമ്പോൾ ആ വെള്ളത്തിൽ തന്നെ എല്ലാം ഒന്ന് ഇളക്കി കഴുകി കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാൻ അരിപ്പയിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 5 മിനിറ്റ് വെള്ളം ഡ്രെയിൻ ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടവലിൽ ഉണങ്ങിയ നല്ല വൃത്തിയുള്ള ടവലിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം നന്നായിട്ട് നമുക്ക് ഒപ്പിയെടുക്കണം. അപ്പോൾ മാങ്ങ കിട്ടുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആക്കി എടുത്ത് വെച്ചാൽ നമുക്ക് കറിക്കകത്തൊക്കെ ഇടാനൊരു കുറച്ചൊരു പുളിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മാങ്ങ മതിയായിരിക്കും, ഒരു 3-4 പീസ് മതിയായിരിക്കും. അപ്പോൾ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തിടാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്തു വെച്ചാൽ നല്ല ഉപകാരമായിരിക്കും. അപ്പോൾ അത് വെള്ളമെല്ലാം ഡ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എടുക്കുമ്പോൾ ഒട്ടും വെള്ളം കാണരുത്. അപ്പോൾ ടിഷ്യൂ വെച്ച് ഒന്നുകൂടെ ഒപ്പിയെടുത്തിട്ടാണ് ആ പാത്രത്തിലോട്ട് എടുത്ത് വെക്കുന്നത്. അങ്ങനെ വെള്ളം എല്ലാം ഒപ്പിയെടുത്ത് കളഞ്ഞിട്ട് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്.
അങ്ങനെ മാങ്ങ ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ഫ്രീസറിൽ ഒരു 2 മണിക്കൂർ ഇങ്ങനെ വെക്കണം. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം നമ്മൾ അത് എടുത്തിട്ടുണ്ട്. ഇനി അതിനെ ഒരു കവറിലോട്ട് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് സിപ്പ് ലോക്ക് ബാഗ് ആണ് എടുത്തേക്കുന്നത്. ഇനി ഏത് ടൈപ്പ് പ്ലാസ്റ്റിക് കവറാണെങ്കിലും നമ്മൾ സാധനം മേടിച്ച് കിട്ടുന്ന ആ കവറാണെങ്കിലും മതി, കുഴപ്പമില്ല. നമുക്ക് അത് അതിനകത്തോട്ട് ആക്കിയിട്ട് നമുക്ക് ഈ ഒരു കണ്ടെയ്നർ, ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലോട്ട് ആക്കിയിട്ട് അടച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് നമുക്ക് എത്ര നാൾ വേണേലും ഒരു വർഷത്തോളം നമുക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. നമുക്ക് എടുത്ത് ആവശ്യമുള്ളപ്പോൾ മാങ്ങ ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫ്രീസറിൽ വെച്ച് 2 മണിക്കൂർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പിന്നീട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ലൂസായിട്ട് തന്നെ നമുക്ക് മാങ്ങ കിട്ടും. അല്ല എല്ലാം ഒട്ടി പിടിക്കാതെ ലൂസായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇതുപോലൊന്ന് ചെയ്തു നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം. എപ്പോഴും പറയും പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ്. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും എനേബിൾ ചെയ്ത് വെക്കാനും മറക്കരുത്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.